ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിന് ഞാനിലേക്ക് സ്വാഗതം. KD എന്ന് പറഞ്ഞിട്ടുള്ള ധ്രുവ സർജ അഭിനയിക്കുന്ന പടത്തിൽ നിന്ന് സഞ്ജയത്തിൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ടൊരു പോസ്റ്റർ കണ്ടിട്ടുണ്ട്. ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. ദക്ദേവ എന്നാണ് സഞ്ജയത്തിൻ്റെ പേര് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്വയംഭൂ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്തുനിന്ന് DOP കൈകാര്യം ചെയ്യുന്ന ആളുടെ ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് പോസ്റ്റർ കണ്ടിട്ടുണ്ട്. KK സെന്തിൽകുമാറാണ് ഇതിൻ്റെ DOP കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ഡിമോൻ്റെ കോളനി 2 എന്ന് പറഞ്ഞിട്ടുള്ള പടം, ആ പടത്തിലത്തെ സെക്കൻഡ് സിംഗിൾ നൊടികല എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് നാളെ പുറത്തിറങ്ങുമെന്നുള്ള അറിയിച്ചു. എന്നുവെച്ചാൽ 31-ാം തീയതി 5 മണിക്കായിട്ടാണ് റിലീസാകാൻ പോകുന്നത്. പിന്നെ രഘുതാത്ത എന്ന് പറഞ്ഞിട്ടുള്ള ഹോംബല ഫിലിംസ് എടുക്കുന്ന കീർത്തി സുരേഷിൻ്റെ പടത്തിലത്തെ ഏക്ക് ഗാവൻ മെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ ഡബിൾ ഐസ്മെറ്റ് എന്ന് പറഞ്ഞ പടത്തിലത്തെ ക്യാ ലെഫ്ഡ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടും പുറത്തിറങ്ങി. പിന്നെ കുമ്മാട്ടിക്കളി എന്ന് പറഞ്ഞ പടത്തിലത്തെ കടൽ പോലെ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ് പുറത്തിറക്കി. പിന്നെ വാഴ എന്ന് പറഞ്ഞ പടത്തിലത്തെ ഒരു ഊരിലെ രാജ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ നൻപൻ ഒരുവൻ വന്ത് പിറക് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിലത്തെ ജൂക്ക് ബോക്സ് പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ പരത എന്ന് പറഞ്ഞ പടത്തിൽ സംഗീതയുടെ പേര് രത്നമ്മ എന്നുള്ള അറിയിച്ചു. പിന്നെ കമൽഹാസൻ്റെ മണിരത്നം എടുക്കുന്ന പടമാണ് തഗ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള പടം. അവിടത്തിൽ നാസർ ഓൺബോർഡ് ആയിട്ടുണ്ട് എന്നുള്ള അറിയിച്ചു. അതേമാതിരി അഭിരാമി ഓൺബോർഡ് ആയിട്ടുണ്ട് എന്നുള്ള അറിയിച്ചു. പിന്നെ പൊറാട്ട നാടകം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒഫീഷ്യൽ ടീസർ 2 പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ മുന്നേ തന്നെ പറഞ്ഞിരുന്നു ഇതിന് ട്രെയിലർ ഇല്ലാതെ മിക്കവാറും ടീസർ 2 ടീസർ 3 എന്ന് പറഞ്ഞിട്ടൊക്കെ ഇറക്കാനാണ് സാധ്യത എന്ന്. അതേമാതിരി തന്നെ തോന്നുന്നുണ്ട്. എന്തായാലും ടീസർ 2 വന്നിട്ടുണ്ട്. പിന്നെ ജമ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ ഇന്ന് 4 മണിക്ക് വന്നിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ സ്നീക്ക് പീക്കും പുറത്തിറങ്ങിയിട്ടുണ്ട്. അതേമാതിരി മഴ പിടിക്കാത്ത മനിത എന്ന് പറഞ്ഞിട്ടുള്ള വിജയൻ്റെ പടത്തിൻ്റെ സ്നീക്ക് പീക്കും പുറത്തിറങ്ങി. പിന്നെ 3 days to go എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്ററും വന്നു. പിന്നെ ബോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള യോഗി ബാബു മെയിൻ കഥാപാത്രമായി അഭിനയിക്കുന്ന പടത്തിൻ്റെ മേക്കിംഗ് വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഹണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഭാവന അഭിനയിക്കുന്ന പടത്തിൻ്റെ റിലീസ് ഓഗസ്റ്റ് 9 ആവുമെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒഫീഷ്യലി കൺഫേം ചെയ്തുകൊണ്ടൊരു പോസ്റ്റർ വന്നു. പിന്നെ ഒഡേല 2 എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു പോസ്റ്റർ വന്നു. പിന്നെ ബിന്നി ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ഒരു പോസ്റ്റർ വന്നു. ഓഗസ്റ്റ് 30 പടം റിലീസാകാൻ പോകുന്നത്. പിന്നെ കുട്ടൻ്റെ ഷിനിഗാമി എന്ന് പറഞ്ഞിട്ട് ഒരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇന്ദ്രൻസ് ജാഫർ റെഡ്ഡിക്കൊക്കെ മെയിൻ കഥാപാത്രം എത്തുന്ന ഒരു പടമാണ്. പിന്നെ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒമർലിൽ എടുക്കുന്ന പടത്തിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയതാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റേഴ്സ് കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. എന്തായാലും പടം ഓണത്തിനാണെന്നുള്ളതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്, സെപ്റ്റംബറിൽ. പിന്നെ ഫുട്ടേജ് എന്ന് പറഞ്ഞിട്ട് മഞ്ജു വാര്യരൊക്കെ മെയിൻ കഥാപാത്രം എത്തുന്നതോടെ ഓഗസ്റ്റ് 2 റിലീസാകാൻ പോകുന്നത്. അതിന് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടെന്നുള്ള അറിയിച്ചു. പിന്നെ പ്രശാന്തിലും അജിത് കുമാറും ഒന്നിക്കുണ്ട് ഒരു പടത്തിനായിട്ട് എന്ന് പറഞ്ഞിരുന്നു. 2 പടം ഒക്കെ എടുക്കുന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ അത് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. പിന്നെ മമ്മൂട്ടിയുടെ ടെർബോ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ അറബി വെർഷൻ റിലീസാകാൻ പോകുന്നുണ്ട് ഓഗസ്റ്റ് 2. അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് 9 സോണി ലിവിലയുടെ പടം OTT റിലീസാകാൻ പോകുന്നത്. അപ്പോൾ അതേ ദിവസം തന്നെ നടന്ന സംഭവം എന്ന് പറഞ്ഞിട്ടുള്ള ബിജു മേനോനും സുരാജ് വെഞ്ഞാറും കൂടെ അഭിനയിച്ച പടം റിലീസാവുന്നുണ്ട് മനോരമ മാക്സിലൂടെ. പിന്നെ ദേവദൂതൻ എന്ന് പറഞ്ഞ പടം റിലീസായി എത്തിയിരുന്നു. 3 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് 1.25 കോടിയാണ് നേടിയിട്ടുള്ളത്. നല്ലൊരു കളക്ഷൻ തന്നെയാണ് റിലീസ് ചെയ്ത പടത്തിന് കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് അടുത്ത റിലീസ് ചെയ്യാൻ പോകുന്ന പടമാണ് മണിച്ചിത്രത്താഴ്. അത് ഓഗസ്റ്റ് 17 അതിൻ്റെ വർക്ക് ഏകദേശം ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ SK23 ശിവകാർത്തികൻ്റെ 23ാമത്തെ പടം. മുരുകദോസാണ് പടം എടുക്കുന്നത്. വിദ്യുത് ജമാലും ബിജു മേനോനൊക്കെ മെയിൻ കഥാപാത്രമായി വരുന്നുണ്ട്. രുക്മിണി വസന്ത നായികയായി വരുന്നത്. അനിരുദ്ധാണ് മ്യൂസിക് ചെയ്യുന്നത്. എന്തായാലും പടത്തിൻ്റെ റിലീസ് പൊങ്കലിനായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ ജനുവരിയിൽ 2025 റിലീസ് ഉണ്ടാവുക എന്നുള്ളതാണ് കേൾക്കുന്നത്. നല്ല പടം തന്നെ ആവട്ടെ. പിന്നെ രായ എന്ന് പറഞ്ഞ പടത്തിൻ്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഡേയിൽ 1.03 കോടിയായിരുന്നു. രണ്ടാമത്തെ ദിവസം 0.90 കോടിയായിരുന്നു. ഇപ്പോൾ മൂന്നാമത്തെ ദിവസം 1.17 കോടിയാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ വീക്കെൻഡ് കഴിയുമ്പോൾ 3 ദിവസം കഴിയുമ്പോൾ 3.10 കോടിയാണ് കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. കുഴപ്പമില്ലാത്തൊരു കളക്ഷനാണ്. പക്ഷേ മിക്സ്ഡ് റെസ്പോൺസ് ആയ കാരണം തന്നെ അത്ര ഒരു ഗ്രോത്തിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. എന്തായാലും പടം ഇപ്പോൾ ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ 75.42 കോടിയാണ് വേൾഡ് വൈഡ് ആയിട്ട് നേടിയിട്ടുള്ളത്. പിന്നെ ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ എന്ന് പറഞ്ഞ പടം വീക്കെൻഡ് കഴിയുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് 7.66 കോടിയാണ് നേടിയിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് 3.50 കോടിയാണ് നേടിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ റായനാട്ടിൽ കൂടുതൽ കളക്ഷൻ കിട്ടിയിട്ടുണ്ട് കേരളത്തിൽ. പിന്നെ ഇന്ത്യയിൽ നിന്ന് മാത്രം 80 കോടിയുടെ മുകളിലേക്ക്, എന്നുവെച്ചാൽ ഏകദേശം പറയുകയാണെങ്കിൽ 82 സംതിങ് കിട്ടിയിട്ടുണ്ട്. ഇത് മുന്നത്തെ ഡെഡ്പൂൾ 1-ൻ്റെയും 2-ൻ്റെയും ലൈഫ് ടൈം കളക്ഷനാണ് കടത്തി കിട്ടിയിട്ടുള്ളത്. എന്തായാലും 3 ദിവസം കൊണ്ട് തന്നെ 3650 കോടിയിലും കൂടുതൽ പടം നേടിയിട്ടുണ്ട്. മാർവലിൻ്റെ കുറേ കാലത്തിന് ശേഷം ഒരു ബെസ്റ്റ് പടം വരുന്ന ഇപ്പോഴാണ്. നോവേ ഹോമിന് ശേഷം എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല എന്തായാലും. പിന്നെ റൂസോ ബ്രദേഴ്സ് മാർവൽ സ്റ്റുഡിയോസിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഒഫീഷ്യലി കൺഫേം ആയിരിക്കുകയാണ്. SDCCയിൽ അവർ കൺഫേം ചെയ്തതാണ്. അതിൽ തന്നെയാണ് അവഞ്ചേഴ്സ് ഡൂംസ്ഡേ അതേമാതിരി സീക്രട്ട് വാഴ്സൊക്കെ അനൗൺസ് ചെയ്തും എപ്പോഴും റിലീസ് എന്നുള്ളതൊക്കെ അറിയിച്ച്. എന്തായാലും അവഞ്ചേഴ്സ് ഡൂംസ്ഡേ എന്ന് പറയുന്നത് ഡോക്ടർ ഡൂമിനെ വെച്ചിട്ടുള്ള ഒരു പടമായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. കാങ്ങിനെ റീപ്ലേസ് ചെയ്തിട്ട് ഡൂം മെയിൻ വില്ലനാക്കുകയാണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും ഡോക്ടർ ഡൂമായി എത്തുന്നത് നമ്മൾ അയൺമാനാണ്. അയൺമാൻ മീൻസ് RDJ റോബർട്ട് ഡോണി ജൂനിയർ ആണ് ഡോക്ടർ ഡൂമായി എത്താൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ റിവീലിംഗ് ഉണ്ടായിരുന്നു SDCCയിൽ വെച്ചിട്ട്. എന്തായാലും കുറേ ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തായാലും നമുക്കിനി വില്ലനായിട്ട് കാണാം റോബർട്ട് ഡോണി ജൂനിയറിനെ. പൊളിച്ചടക്കട്ടെ.
എന്തായാലും ഡൂംസ്ഡേ ഞാൻ പറഞ്ഞ മാതിരി മെയ് 2026 പുറത്തിറങ്ങിയത്. ഈ അവഞ്ചേഴ്സ് സീക്രട്ട് വാഴ്സ് മെയ് 2027 പുറത്തിറങ്ങിയത്. ഇപ്പോൾ ഈ റോബർട്ട് ഡൂണി ജൂനിയറിൻ്റെ കാരണം തന്നെ ഡൂംസ്ഡേക്ക് അത്യാവശ്യം ഹൈപ്പായിട്ടുണ്ട്. മറ്റേ മുന്നേ കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്തിരുന്നത് സീക്രട്ട് വാഴ്സിനായിരുന്നു. ഇപ്പോൾ നേരെ തിരിഞ്ഞിട്ടുണ്ട്. എന്തായാലും നല്ല ആവട്ടെ. പിന്നെ അജയൻ്റെ രണ്ടാം മോശം എന്ന് പറഞ്ഞിട്ടുള്ള ടോവിനോ തോമസിൻ്റെ പടത്തിന് എന്തൊക്കെ ഇഷ്യൂസ് വന്നിരുന്നു, അപ്പോൾ അതൊക്കെ ക്ലിയർ ആയെന്നും പറഞ്ഞിരുന്നു പടത്ത്. എന്തായാലും അതിൻ്റെ ഒരു മേജർ അപ്ഡേറ്റ് ഇന്ന് 5 മണിക്ക് പുറത്തിറങ്ങുന്നുണ്ട്. മിക്കവാറും റിലീസ് ഡേറ്റ് ആയിരിക്കും എന്നുള്ളതാണ് തോന്നുന്നത്. പിന്നെ തങ്കല എന്ന് പറഞ്ഞ പടത്തിൻ്റെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. യുബാരിയ സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും പടത്തിൻ്റെ റൺ ടൈമായി പറഞ്ഞിട്ടുള്ളത് 156 മിനിറ്റും 59 സെക്കൻഡുമാണ്. എന്നുവെച്ചാൽ 2 മണിക്കൂറും 36 മിനിറ്റും 59 സെക്കൻഡാണ് പടത്തിൻ്റെ റൺ ടൈമായി പറഞ്ഞിട്ടുള്ളത്. പിന്നെ പ്രഭാസിൻ്റെ രാജാസാബ് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ഫസ്റ്റ് ഇറങ്ങിയ പോസ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെ ഫാൻ ഇന്ത്യ ഗ്ലിംസ് എന്ന് പറഞ്ഞിട്ട് സംഭവം വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ പോസ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടെന്നും പറഞ്ഞിരുന്നു. എന്തായാലും വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, ഒരു രസമുള്ള സംഭവമായിട്ടാണ് തോന്നിയത്. നന്നായി കഴിഞ്ഞാൽ നന്നായി, അത്രേ ഉള്ളൂ. എന്തായാലും ഏപ്രിൽ 10 പടം റിലീസാകാൻ പോകുന്നത് 2025. അത് കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഗ്ലിംസ് 15 മില്യൺ പ്ലസ് വ്യൂസൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ള കമൻറ്റ് ചെയ്യുക. പിന്നെ പടം ഹൊറർ റൊമാൻറ്റിക് കോമഡി എന്നുള്ള ജേണറിലാണ് വരാൻ പോകുന്നത്. പിന്നെ റോക്കിംഗ് സ്റ്റാർ യഷിൻ്റെ KGF ചാപ്റ്റർ 2 ശേഷം വരാൻ പോകുന്ന പടമാണ് ടോക്സിക് എന്ന് പറഞ്ഞിട്ടുള്ള പടം. ഈ KGF ചാപ്റ്റർ 2 ശേഷം ആൾ ഒരു വലിയ ഗ്യാപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോഴും പടത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് കേൾക്കാൻ സാധിച്ചത്. എന്തായാലും പടം 10/4/2025 എന്ന് വെച്ചാൽ ഏപ്രിൽ 10 2025 റിലീസാകും എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ ആ സമയത്ത് വരില്ല എന്നുള്ളതാണ് കേൾക്കുന്നത്. ഈ ഡേറ്റിലേക്കാണ് രാജാസാബ് വന്നിട്ടുള്ളത്. അത് എന്തെങ്കിലും ആവട്ടെ. എന്തായാലും ഇതിൻ്റെ ഷൂട്ടിംഗ് ഒന്നും തുടങ്ങാത്ത കാരണം തന്നെ അതിൻ്റെ പരിപാടികളൊക്കെ കഴിയാൻ ഇനിയും ടൈം പിടിക്കും. അപ്പോൾ ഈ സമയത്തേക്ക് വരില്ല എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും ടോക്സിക് ഇപ്പോൾ അടുത്തൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ ദുൽഖർ സൽമാൻ്റെ ബർത്ത്ഡേ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈജയന്തി മൂവീസിൻ്റെ ഭാഗത്തുനിന്നൊരു പടം ഉണ്ടാവുന്നുള്ളത്. വൈജയന്തി മൂവീസ് അല്ല, ഗീത ആർട്സും സ്വപ്ന സിനിമാസും കൂടിയിട്ടാണ് പടം എടുക്കുന്നത്. ആകാശം ലോ ഒക്കെ താരം എന്നാണ് പടത്തിന് പേര് കൊടുത്തിട്ടുള്ളത്. ഡയറക്ടർ മുന്നേ പറഞ്ഞിരുന്ന മാതിരി പവൻ സതിനേൻ തന്നെയാണ്. എന്തായാലും നല്ല പടം തന്നെയാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തെലുങ്ക്, മലയാളം, തമിഴ്, ഹിന്ദി എന്ന് പറഞ്ഞ 4 ഭാഷകളിലാണ് പടം പുറത്തിറങ്ങാൻ പോകുന്നത്. ഇതൊരു തെലുങ്ക് പടം തന്നെയാണ്. പീരിയോഡിക് ഫിലിമാണെന്നുള്ളതൊക്കെയാണ് കേൾക്കുന്നത്. പിന്നെ തലപതി വിജയുടെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ പടത്തിൻ്റെ 3rd സിംഗിൾ വരാൻ പോകാമെന്ന് പറഞ്ഞിരുന്നു. ഫസ്റ്റ് വീക്കിലൊക്കെ ആയിട്ട് വരുമെന്ന് പറഞ്ഞിരുന്നു ഓഗസ്റ്റിൽ. ഇപ്പോൾ അത് കൺഫേം ആയിട്ടുണ്ട്. ഓഗസ്റ്റ് 1 അതിൻ്റെ അപ്ഡേറ്റ് ഉണ്ടാവുക എന്നുള്ളത്. കാരണം ഒരാൾ ട്വിറ്ററിൽ അടുത്ത അപ്ഡേറ്റ് എപ്പോഴാണെന്ന് ചോദിച്ചപ്പോൾ അർച്ചന കൽപ്പതി ഓഗസ്റ്റ് 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 3rd സിംഗിളിൻ്റെ അനൗൺസ്മെൻറ്റ് അപ്പോൾ ഇരുന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും പടത്തിൽ 6 പാട്ടാണ് മൊത്തം ഉള്ളതെന്നാണ് കേൾക്കുന്നത്. 3 മാത്രം പുറത്തു വിടും, ബാക്കി ഓഡിയോ ലോഞ്ചിലായിരിക്കും പുറത്തു വിടുക എന്നാണ് കേൾക്കുന്നത്. പിന്നെ പടത്തിൻ്റെ റിലീസ് ഡേറ്റ് മാറ്റും എന്നുള്ള രീതിയിലൊക്കെ കുറേ ന്യൂസ് വരുന്നുണ്ട്. പക്ഷെ അത് മാറില്ല എന്നുള്ള അർച്ചന കൽപ്പതി തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഒരു വേറെ ലെവൽ പടം ആക്കിയിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ 24 മണിക്കൂറും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള രീതിയിലാണ് ആൾ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. എന്തായാലും നല്ല ഔട്ട്പുട്ടായിട്ട് വരട്ടെ. എന്തായാലും ഇനി പടം ഇറങ്ങാൻ 37 ദിവസമുള്ളൂ. സെപ്റ്റംബർ 5 പടം റിലീസാകാൻ പോകുന്നത്. എന്തായാലും ഇതിൻ്റെ കേരളത്തിലത്തെ ഫസ്റ്റ് ഷോ വരുന്നത് പുലർച്ചെ 4 മണിക്കായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ കങ്കു എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു പുതിയ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. ഈ മെജസ്റ്റിക് റൈസ് ഇൻ 75 days എന്ന് പറഞ്ഞിട്ട്, എന്ന് വെച്ചാൽ 75 ദിവസം കഴിഞ്ഞാൽ ഈ പടം പുറത്തിറങ്ങും. അതിനെ കുറിച്ചിട്ടുള്ളൊരു പോസ്റ്ററാണ്. എന്തായാലും ഈ പടം കേരളത്തിൽ പുലർച്ചെ 4 മണിക്ക് തന്നെ ആയിരിക്കും ഷോ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.